നമസ്കാരം. ടേക്കി ക്വിസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച 2024 മുഴുവൻ പുരസ്കാരങ്ങളെയും കുറിച്ചുള്ള വീഡിയോന്റെ ആദ്യ ഭാഗം ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ കാണുക. അതിന്റെ രണ്ടാം ഭാഗമാണിത്. അപ്പോൾ നമുക്ക് നോക്കാം. മികച്ച ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എൻ രാജൻ. ചെറുകഥ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന ചെറുകഥയ്ക്കാണ് 2022 മികച്ച ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. എൻ രാജനാണ് ഈ ചെറുകഥ സംഹാരത്തിന്റെ രചയിതാവ്. കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ചവർ CL ജോസ്, MR രാഘവാര്യർ. CL ജോസ്, MR രാഘവാര്യർ എന്നിവർക്കാണ് കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ചത്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 IV ദാസ് പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ M ലീലാവതിക്കാണ്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 IV ദാസ് പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ M ലീലാവതി. 2022 പുരസ്കാരം ലഭിച്ചത് N മുകുന്ദനാണ്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരത്തിന് അർഹമായത് ഹരിത സാവിത്രി. സിൻ എന്ന നോവലിനാണ് പുരസ്കാരം. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ഹരിത സാവിത്രിയാണ്. അവരുടെ സിൻ എന്ന നോവലിനാണ് പുരസ്കാരം. സംസ്ഥാനത്തെ 50 വർഷം പിന്നിട്ട ഏറ്റവും മികച്ച ഗ്രന്ഥശാലയ്ക്കുള്ള EMS പുരസ്കാരം ലഭിച്ചത് കാട്ടാമ്പള്ളി യുവജന സമാജം ഗ്രന്ഥശാലയ്ക്കാണ്. കൊല്ലം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം ജില്ലയിലെ കാട്ടാമ്പള്ളി യുവജന സമാജം ഗ്രന്ഥശാലയ്ക്കാണ് സംസ്ഥാനത്ത് 50 വർഷം പിന്നിട്ട ഏറ്റവും മികച്ച ഗ്രന്ഥശാലയ്ക്കുള്ള EMS പുരസ്കാരം ലഭിച്ചത്. 2024 ബയോസേവന അവാർഡുകൾ മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്, മികച്ച ജില്ലാ പഞ്ചായത്ത് മലപ്പുറം, മികച്ച മുനിസിപ്പാലിറ്റി കൊയിലാണ്ടി, മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകൾ വൈക്കം കല്യാശ്ശേരി, മികച്ച പഞ്ചായത്തുകൾ പീലിക്കോട് കതിരൂർ. പീലിക്കോട് കാസർഗോഡ് ജില്ലയിലും കതിരൂർ കണ്ണൂർ ജില്ലയിലുമാണുള്ളത്. അപ്പൊ 2024 വയോസേവന അവാർഡുകൾ ലഭിച്ച മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച ജില്ലാ പഞ്ചായത്ത് മലപ്പുറം, മികച്ച മുനിസിപ്പാലിറ്റി കൊയിലാണ്ടി, മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകൾ വൈക്കം കല്യാശ്ശേരി, മികച്ച പഞ്ചായത്തുകൾ പീലിക്കോട് കതിരൂർ. തോപ്പിൽ ബാസി ഫൗണ്ടേഷന്റെ തോപ്പിൽ ബാസി പുരസ്കാരം ലഭിച്ചത് പെരുമ്പടവൻ ശ്രീധരനാണ്. തോപ്പിൽ ബാസി ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ തോപ്പിൽ ബാസി പുരസ്കാരം ലഭിച്ചത് പെരുമ്പടവൻ ശ്രീധരന്. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് അർഹനായത് T പത്മനാഭൻ. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് അർഹനായത് T പത്മനാഭൻ. അടുത്തത് 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ചത് പായൽ കപാടിയ. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ച വ്യക്തി പായൽ കപാടിയ. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചാകോരം ലഭിച്ച ബ്രസീലിയൻ ചിത്രമാണ് മാലു. സംവിധാനം പെഡ്രോ ഫ്രയറെ. പെഡ്രോ ഫ്രയറെ സംവിധാനം ചെയ്ത മാലു എന്ന ബ്രസീലിയൻ ചിത്രത്തിനാണ് 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയിലെ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചാകോരം പുരസ്കാരം. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ മികച്ച സംവിധായകനുള്ള രജത ചാകോരം പുരസ്കാരം ലഭിച്ചത് ഫർഷാദ് ഹാഷിമി. മീ മറിയം ദ ചിൽഡ്രൻ ആൻഡ് 26 others എന്ന ചിത്രത്തിനാണ് പുരസ്കാരം. ഫർഷാദ് ഹാഷിമി എന്ന സംവിധായകനാണ് മികച്ച സംവിധാനത്തിനുള്ള രജത ചാകോരം ലഭിച്ചത്. മികച്ച നവാഗത സംവിധാനത്തിനുള്ള രജത ചാകോരം ലഭിച്ചത് ക്രിസ്റ്റോബൽ ലിയോൺ ആൻഡ് ജോക്കിൻ കോസെ. ദ ഹൈപ്പർബോറിയൻസ് എന്ന ചിത്രത്തിന്റെ സംവിധാനത്തിനാണ് ക്രിസ്റ്റോബൽ ലിയോൺ ആൻഡ് ജോക്കിൻ കോസിനാണ് മികച്ച നവാഗത സംവിധാനത്തിന് രജത ചാകോരം ലഭിച്ചത്. മികച്ച മലയാള സിനിമയ്ക്കുള്ള ഫിപ്രസി പുരസ്കാരം ഉൾപ്പെടെ 5 അവാർഡുകൾ നേടിയ സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. മികച്ച മലയാള സിനിമയ്ക്കുള്ള ഫിപ്രസി പുരസ്കാരം ഉൾപ്പെടെ 5 അവാർഡുകൾ നേടിയ സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. സംവിധാനം ചെയ്തത് ഫാസിൽ മുഹമ്മദ്. മികച്ച ചിത്രത്തിനുള്ള മീറ്റ് പാക്ക് പുരസ്കാരം നേടിയ സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. മികച്ച ചിത്രത്തിനുള്ള മീറ്റ് പാക്ക് പുരസ്കാരം നേടിയ സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആൺഹുയി. കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആൺഹുയി. ബ്ലസ്സി സംവിധാനം ചെയ്യുന്ന ആടുജീവിതത്തിന് എത്ര പുരസ്കാരങ്ങളാണ് ലഭിച്ചത്? 9 പുരസ്കാരം. ആടുജീവിതത്തിലെ അഭിനയത്തിന് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ച നടൻ KR ഗോകുലാണ്. ആടുജീവിതത്തിലെ അഭിനയത്തിന് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ച നടൻ KR ഗോകുൽ. ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതത്തിന് 9 പുരസ്കാരങ്ങളാണ് ലഭിച്ചത്.
77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? പായൽ കബാഡിയ. 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന ചിത്രം സംവിധാനം ചെയ്തത് പായൽ കബാഡിയ. 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ അൺസർട്ടൈൻ റിക്കാർഡ് വിഭാഗത്തിൽ മികച്ച നടിയെ തെരഞ്ഞെടുക്കപ്പെട്ടത് അനസൂയ സെൻഗുപ്ത. ചിത്രം ദ ഷെയിംലെസ്. 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ അൺസർട്ടൈൻ റിക്കാർഡ് വിഭാഗത്തിൽ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് അനസൂയ സെൻഗുപ്ത. ചിത്രം ദ ഷെയിംലെസ്. അടുത്തത്, കേരള ഹിന്ദി പ്രചാര സഭയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള സാഹിത്യ കലാനിധി പുരസ്കാരം ലഭിച്ചത് NT വാസുദേവൻ നായർക്ക്. കേരള ഹിന്ദി പ്രചാര സഭയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള സാഹിത്യ കലാനിധി പുരസ്കാരം ലഭിച്ചത് NT വാസുദേവൻ നായർ. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ 2023 മികച്ച കർഷകനുള്ള സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് CD രവീന്ദ്രൻ നായർ. കർഷക തിലകം പുരസ്കാരം ലഭിച്ചത് ബിന്ദു കെ. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ 2023 മികച്ച കർഷകനുള്ള സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് CD രവീന്ദ്രൻ നായർ. കർഷക തിലകം പുരസ്കാരം ബിന്ദു കെ. അടുത്തത്, രാജസ്ഥാൻ ആസ്ഥാനമായുള്ള മേഘ് മന്ത്രി സംസ്ഥാൻ നൽകുന്ന 2022 രാജാ രവിവർമ്മ സമ്മാൻ ലഭിച്ച കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ശിരോത്ത്. രാജസ്ഥാൻ ആസ്ഥാനമായുള്ള മേഘ് മന്ത്രി സംസ്ഥാൻ നൽകുന്ന 2024 രാജാ രവിവർമ്മ സമ്മാൻ ലഭിച്ച കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ശിരോത്ത്. സുസ്ഥിര വികസനത്തിനുള്ള ആഗോള അംഗീകാരമായ UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം 2024 നേടിയ കേരളത്തിലെ കോർപ്പറേഷൻ തിരുവനന്തപുരം. സുസ്ഥിര വികസനത്തിലുള്ള ആഗോള അംഗീകാരമായ UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം 2024 നേടിയ കേരളത്തിലെ കോർപ്പറേഷനാണ് തിരുവനന്തപുരം. 2024 സ്കൂൾ ശാസ്ത്രമേളയിൽ ഓരോ ചാമ്പ്യന്മാർക്കുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ ട്രോഫി കരസ്ഥമാക്കിയ ജില്ല മലപ്പുറം. ആലപ്പുഴ ജില്ലയിലായിരുന്നു ശാസ്ത്രമേള നടന്നത്. 2024 സ്കൂൾ ശാസ്ത്രമേളയിൽ ഓരോ ചാമ്പ്യന്മാർക്കുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ ട്രോഫി കരസ്ഥമാക്കിയത് മലപ്പുറം ജില്ല. 47ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം. 47ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം. 47ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച സംവിധായകനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആനന്ദ് ഏകർഷി. ആട്ടം എന്ന ചിത്രത്തിന്റെ സംവിധാനത്തിനാണ് പുരസ്കാരം. 47ാമത് കേരള ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച നടന്മാരായി തെരഞ്ഞെടുക്കപ്പെട്ടത് ബിജു മേനോനും വിജയരാഘവനും. 47ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച നടന്മാരായി തെരഞ്ഞെടുക്കപ്പെട്ടത് ബിജു മേനോൻ, വിജയരാഘവൻ എന്നിവരാണ്. 47ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച നടന്മാരായി തെരഞ്ഞെടുക്കപ്പെട്ടത് സരീൻ ശിഹാബ്, ശിവദ എന്നിവരാണ് 47ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച നടന്മാരായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ഷാജി N കരുൺ. 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ഷാജി N കരുണിനാണ്. ഇടശ്ശേരി സ്മാരക സമിതിയുടെ 2024 ഇടശ്ശേരി പുരസ്കാരം ലഭിച്ചത് R ചന്ദ്രബോസ്. ഇടശ്ശേരി സ്മാരക സമിതിയുടെ 2024 ഇടശ്ശേരി പുരസ്കാരം ലഭിച്ചത് R ചന്ദ്രബോസിനാണ്. പുന്നയൂർക്കുളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് KR മീരയ്ക്ക്. കവിയും മുൻ ചീഫ് സെക്രട്ടറിയുമായ K ജയകുമാറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത കവിതാ സമാഹാരമാണ് പിങ്കളകേശിനി. കവിയും മുൻ ചീഫ് സെക്രട്ടറിയുമായ K ജയകുമാറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത കവിതാ സമാഹാരമാണ് പിങ്കളകേശിനി. മികച്ച പരിഭാഷാ കൃതിക്കുള്ള ക്രോസ് വേർഡ് ബുക്ക് അവാർഡ് നേടിയ ജയശ്രീ കളത്തിൽ വിവർത്തനം ചെയ്ത സന്ധ്യ മേരിയുടെ നോവലാണ് മരിയ ജസ്റ്റ് മരിയ. മരിയ വെറും മരിയ എന്ന പേരിലാണ് ജയശ്രീ കളത്തിൽ വിവർത്തനം ചെയ്തത്. ഫിക്ഷൻ വിഭാഗത്തിൽ ക്രോസ് വേർഡ് പുരസ്കാരം നേടിയത് സഹറു നുസൈബ കന്നാരി. ഇംഗ്ലീഷ് നോവലായ ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ് എന്ന രചനയ്ക്കാണ് പുരസ്കാരം. ബിസിനസ് മാനേജ്മെന്റ് വിഭാഗം രചനയ്ക്കുള്ള ക്രോസ് വേർഡ് പുരസ്കാരം നേടിയത് ഡോക്ടർ രാധാകൃഷ്ണൻ പിള്ളയാണ്. ചാണക്യാസ് 100 ബെസ്റ്റ് സൂത്രാസ് എന്ന രചനയ്ക്കാണ് പുരസ്കാരം. ഡോക്ടർ രാധാകൃഷ്ണൻ പിള്ള ചാണക്യാസ് 100 ബെസ്റ്റ് സൂത്രാസ് എന്ന രചനയ്ക്കാണ് പുരസ്കാരം. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2022 റിലീസായ ചിത്രങ്ങൾക്കുള്ള പുരസ്കാരം 2024 പ്രഖ്യാപിക്കുന്നത്. മികച്ച ചിത്രം ആട്ടം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആനന്ദ് ഏകർഷിയാണ്. മലയാള ചിത്രമാണ് ആട്ടം. മലയാള ചിത്രമായ ആട്ടത്തിനാണ് മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്. മികച്ച നടൻ ഋഷഭ് ഷെട്ടി. കാന്താര എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ഋഷഭ് ഷെട്ടിക്ക് പുരസ്കാരം. മികച്ച നടി നിത്യ മേനോൻ, മാനസി പരീഖ് എന്നിവരാണ്. നിത്യ മേനോന് തിരുച്ചിത്രമ്പലം എന്ന ചിത്രത്തിലെ അഭിനയത്തിനും മാനസി പരീഖിന് കച്ച് എക്സ്പ്രസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനുമാണ് പുരസ്കാരം. മികച്ച സംവിധായകനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ബാർച്ചാത്യായ ആണ്. ഊഞ്ചൈ എന്ന ചിത്രത്തിനാണ് പുരസ്കാരം. മികച്ച തിരക്കഥ ആനന്ദ് ഏകർഷി.
ആട്ടം എന്ന ചിത്രത്തിൽ തിരക്കഥയ്ക്കാണ് ആനന്ദ് ഏകർഷിക്ക് മികച്ച തിരക്കഥാകൃത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച ബാലതാരം ശ്രീപദ്. മാളികപ്പുറം എന്ന ചിത്രത്തിൽ അഭിനയിച്ച ശ്രീപദിനാണ് മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം. മികച്ച പശ്ചാത്തല സംഗീതം AR റഹ്മാൻ. പൊന്നിയിൻ സെൽവൻ 2. മികച്ച ജനപ്രിയ ചിത്രം കാന്താരയാണ്. മികച്ച പിന്നണി ഗായിക ബോംബെ ജയശ്രീ. സൗദി വെള്ളയ്ക്ക എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് പുരസ്കാരം. മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൗദി വെള്ളയ്ക്കയാണ്. അടുത്തത് 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ സംസ്കൃത പണ്ഡിതൻ രാം ഭദ്രാചാര്യ. 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ സംസ്കൃത പണ്ഡിതനാണ് രാം ഭദ്രാചാര്യ. 2024 ഇറാസ്മസ് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ എഴുത്തുകാരനാണ് അമിതാവ് ഘോഷ്. 2024 ഇറാസ്മസ് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ എഴുത്തുകാരനാണ് അമിതാവ് ഘോഷ്. 2024 ഭാരതരത്ന ബഹുമതി ലഭിച്ച മുൻ പ്രധാനമന്ത്രി ആരാണ്? ചരൺ സിംഗ്, PV നരസിംഹറാവു. 2024 ഭാരതരത്ന ബഹുമതി ലഭിച്ച മുൻ പ്രധാനമന്ത്രിമാർ ചരൺ സിംഗ്, PV നരസിംഹറാവു എന്നിവരാണ്. 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ ഉറുദു കവി ഗുൽസാർ. അവർ 2023 രണ്ടുപേർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. സംസ്കൃത പണ്ഡിതനായ രാം ഭദ്രാചാര്യയ്ക്കും ഉറുദു കവിയായ ഗുൽസാറിനും. ഗുൽസാറിൻ്റെ യഥാർത്ഥ പേര് സാം പൂരൻ സിംഗ് എന്നാണ്. ഗുൽസാറിൻ്റെ യഥാർത്ഥ പേര് സാം പൂരൻ സിംഗ്. 2024 ഭാരതരത്ന ബഹുമതി ലഭിച്ച മുൻ ഉപപ്രധാനമന്ത്രി LK അദ്വാനിയാണ്. 2024 ഭാരതരത്ന ബഹുമതി ലഭിച്ച മുൻ ഉപപ്രധാനമന്ത്രി LK അദ്വാനി. 2024 ഭാരതരത്ന മരണാനന്തര ബഹുമതിയായി ലഭിച്ച മലയാളി MS സ്വാമിനാഥനാണ്. 2024 ഭാരതരത്ന മരണാനന്തര ബഹുമതിയായി ലഭിച്ച മലയാളി MS സ്വാമിനാഥൻ. 2024 ഭാരതരത്ന ബഹുമതി ലഭിച്ച മുൻ ബീഹാർ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂർ. 2024 ഭാരതരത്ന ബഹുമതി ലഭിച്ച മുൻ ബീഹാർ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂറാണ്. മികച്ച നടനുള്ള ദാദാസാഹേബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരം നേടിയ നടൻ ഷാരൂഖ് ഖാനാണ്. ജവാൻ എന്ന ചിത്രത്തിനാണ് പുരസ്കാരം. മികച്ച നടനുള്ള ദാദാസാഹേബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരം നേടിയ നടൻ ഷാരൂഖ് ഖാൻ. മികച്ച നടിക്കുള്ള ദാദാസാഹേബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരം നേടിയ നയൻതാര, റാണി മുഖർജി എന്നിവരാണ്. ജവാൻ എന്ന ചിത്രത്തിനാണ് നയൻതാരയ്ക്ക് പുരസ്കാരം. മിസിസ് ചാറ്റർജി നോർവേ എന്ന ചിത്രത്തിനാണ് റാണി മുഖർജിക്ക് പുരസ്കാരം. മികച്ച സംവിധായകനുള്ള ദാദാസാഹേബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരം നേടിയത് സന്ദീപ് റെഡ്ഡി വാങ്ക. അനിമൽ എന്ന ചിത്രത്തിൻ്റെ സംവിധാനത്തിനാണ് പുരസ്കാരം. സംഗീതത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്ക് ദാദാസാഹേബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസ് പുരസ്കാരം നേടിയ മലയാള ഗായകൻ KJ യേശുദാസാണ്. സംഗീതത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്ക് ദാദാസാഹേബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരം നേടിയ മലയാള ഗായകൻ KJ യേശുദാസ്. ഇസ്രായേൽ ബോംബാക്രമണത്തിന് ശേഷം ഗാസയിലെ ആശുപത്രി മോർച്ചറിയിൽ ഇനാസ് അബു എന്ന ഫലസ്തീനിൽ യുവതി 5 വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോയിലൂടെ വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ 2024 പുരസ്കാരം ലഭിച്ച ഫോട്ടോഗ്രാഫർ ആണ് മുഹമ്മദ് സലേ. ഇസ്രായേൽ ബോംബാക്രമണത്തിന് ശേഷം ഗാസയിലെ ആശുപത്രി മോർച്ചറിയിൽ ഇനാസ് അബു എന്ന പലസ്തീനിയൻ യുവതി 5 വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോയിലൂടെ വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ 2024 പുരസ്കാരം ലഭിച്ച ഫോട്ടോഗ്രാഫറാണ് മുഹമ്മദ് സലേ. അടുത്തത് 2024 ഹരിവരാസനം പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകൻ PK വീരമണിദാസൻ. 2024 ഹരിവരാസനം പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകനാണ് VK വീരമണിദാസൻ. ലൊക്കാർണോ ചലച്ചിത്രമേളയിൽ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള കരിയർ ലിയോപാർഡ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ സിനിമാ നടൻ ഷാരൂഖ് ഖാൻ. ലൊക്കാർണോ ചലച്ചിത്രമേളയിൽ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള കരിയർ ലിയോപാർഡ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ സിനിമാ നടൻ ഷാരൂഖ് ഖാൻ. ഷാ പ്രൈസ് ഫൗണ്ടേഷൻ നൽകുന്ന കിഴക്കിൻ്റെ നോബൽ എന്നറിയപ്പെടുന്ന ഷാ പ്രൈസ് 2024 ലഭിച്ച ഇന്ത്യൻ വംശജനായ ജ്യോതിശാസ്ത്രജ്ഞനാണ് ശ്രീനിവാസ് R കുൽക്കർണി. ഷാ പ്രൈസ് ഫൗണ്ടേഷൻ നൽകുന്ന കിഴക്കിൻ്റെ നോബൽ എന്നറിയപ്പെടുന്ന ഷാ പ്രൈസ് 2024 ലഭിച്ച ഇന്ത്യൻ വംശജനായ ജ്യോതിശാസ്ത്രജ്ഞനാണ് ശ്രീനിവാസ് R കുൽക്കർണി. ഹരിത നോബൽ എന്നറിയപ്പെടുന്ന ഗോൾഡ്മാൻ പരിസ്ഥിതി പുരസ്കാരം 2024 നേടിയ ഇന്ത്യക്കാരൻ അലോക് ശുക്ല. ഹരിത നോബൽ എന്നറിയപ്പെടുന്ന ഗോൾഡ്മാൻ പരിസ്ഥിതി പുരസ്കാരം 2024 നേടിയ ഇന്ത്യക്കാരൻ അലോക് ശുക്ല. ശാസ്ത്ര ഗവേഷണ രംഗത്തെ മികവിന് നൽകുന്ന ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ്റെ ISF പുരസ്കാരം 2024 ലഭിച്ച മലയാളി പ്രൊഫസർ മഹ്മൂദ് കുരിയ. ശാസ്ത്ര ഗവേഷണ രംഗത്തെ മികവിന് നൽകുന്ന ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ്റെ 2024 പുരസ്കാരം ലഭിച്ച മലയാളി പ്രൊഫസർ മഹ്മൂദ് കുരിയ. 2023 നോർമൻ ബോർലോഗ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ സ്വാതി നായിക്. 2024 നോർമൻ ബോർലോഗ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞ സ്വാതി നായിക്. 2024 കോമൺവെൽത്ത് ചെറുകഥ പുരസ്കാരം നേടിയത് സഞ്ജന താക്കൂർ. ചെറുകഥ ഐശ്വര്യ റോയ്. 2024 കോമൺവെൽത്ത് ചെറുകഥ പുരസ്കാരം നേടിയത് സഞ്ജന താക്കൂർ. ചെറുകഥ ഐശ്വര്യ റോയ്.
2024 ബുക്കർമാൻ ടാഗോർ സ്മൃതി പുരസ്കാരം ലഭിച്ച തമിഴ് സാഹിത്യകാരൻ കുറിഞ്ചിവേലൻ. 2024 ബുക്കർമാൻ ടാഗോർ സ്മൃതി പുരസ്കാരം ലഭിച്ച തമിഴ് സാഹിത്യകാരൻ കുറിഞ്ചിവേലൻ. 76ാമത് എമ്മി പുരസ്കാര ചടങ്ങിൽ മികച്ച ഡ്രാമ സീരീസായി തെരഞ്ഞെടുത്തത് ഷോഗൻ. ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ എമ്മി പുരസ്കാരങ്ങൾ നേടുന്ന സീരീസായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഷോഗനാണ്. 76ാമത് എമ്മി പുരസ്കാര ചടങ്ങിൽ മികച്ച ഡ്രാമ സീരീസായി തെരഞ്ഞെടുത്തത് ഷോഗൻ. ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ എമ്മി പുരസ്കാരങ്ങൾ നേടുന്ന സീരീസായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഷോഗനാണ്. ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദ ഓർഡർ ഓഫ് ഫിജി പുരസ്കാരത്തിന് അർഹമായ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദ ഓർഡർ ഓഫ് ഫിജി പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ലോകമാന്യ തിലക് മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരം ലഭിച്ചത് സുധാമൂർത്തി. ലോകമാന്യ തിലക് മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരം ലഭിച്ചത് സുധാമൂർത്തി. മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2024 തെരഞ്ഞെടുക്കപ്പെട്ടത് റിയ സിംഹ. മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2024 തെരഞ്ഞെടുക്കപ്പെട്ടത് റിയ സിംഹ. 2024 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് മിഥുൻ ചക്രവർത്തി. 2024 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് മിഥുൻ ചക്രവർത്തി. 2024 JC ഡാനിയൽ പുരസ്കാരം 2024 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഉപമന്യു ചാറ്റർജി. കൃതി ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ്. ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്ന പുരസ്കാരത്തിന് ഉപമന്യു ചാറ്റർജിക്കാണ് 2024 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. JCB സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാന തുക 25 ലക്ഷം രൂപയാണ്. JCB സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാന തുക 25 ലക്ഷം രൂപ. ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഗ്ലോബൽ പീസ് അവാർഡ് നൽകി USA ആദരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഗ്ലോബൽ പീസ് അവാർഡ് നൽകി USA ആദരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. മികച്ച ചിത്രത്തിനുള്ള 2024 ഓസ്കർ പുരസ്കാരം നേടിയ സിനിമ ഓപ്പൻ ഹെയ്മർ ആണ്. മികച്ച നടനുള്ള 2024 ഓസ്കർ പുരസ്കാരം നേടിയത് കിലിയൻ മർഫി. ഓപ്പൻ ഹെയ്മർ എന്ന ചിത്രത്തിനാണ് ഓപ്പൻ ഹെയ്മർ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം. മികച്ച നടിക്കുള്ള 2024 ഓസ്കർ പുരസ്കാരം നേടിയത് എമ്മ സ്റ്റോൺ. പുവർ തിങ്സ് എന്ന ചിത്രത്തിലാണ് പുരസ്കാരം. മികച്ച സംവിധായകനുള്ള 2024 ഓസ്കർ പുരസ്കാരം നേടിയത് ക്രിസ്റ്റഫർ നോളൻ. ഓപ്പൻ ഹെയ്മർ. അണുബോംബിന്റെ സൃഷ്ടാവായ ഓപ്പൻ ഹെയ്മറുടെ ജീവിതം പറഞ്ഞ ഓപ്പൻ ഹെയ്മർ എന്ന സിനിമയ്ക്ക് എത്ര ഓസ്കർ പുരസ്കാരങ്ങളാണ് ലഭിച്ചത്? 7 പുരസ്കാരങ്ങൾ. അടുത്തത് ആടുജീവിതത്തിലെ പശ്ചാത്തല സംഗീതത്തിന് പ്രശസ്തമായ ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരം നേടിയത് AR റഹ്മാൻ. ആടുജീവിതത്തിലെ പശ്ചാത്തല സംഗീതത്തിന് പ്രശസ്തമായ ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരം നേടിയത് AR റഹ്മാൻ. സമഗ്ര സംഭാവനയ്ക്കുള്ള രാംനാഥ് ഗോയങ്ക സാഹിത്യ പുരസ്കാരം ലഭിച്ച പ്രമുഖ എഴുത്തുകാരൻ റസ്കിൻ ബോണ്ട്. സമഗ്ര സംഭാവനയ്ക്കുള്ള രാംനാഥ് ഗോയങ്ക സാഹിത്യ പുരസ്കാരം ലഭിച്ച പ്രമുഖ എഴുത്തുകാരനാണ് റസ്കിൻ ബോണ്ട്. ന്യൂയോർക്ക് ഫിലിം ക്രിട്ടിക്സ് സർക്കിളിന്റെ മികച്ച അന്താരാഷ്ട്ര ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഓൾ വി ഇമേജിൻ ആസ് ലൈറ്റ്. പായൽ കബാഡിയയാണ് സംവിധാനം. ന്യൂയോർക്ക് ഫിലിം ക്രിട്ടിക്സ് സർക്കിളിന്റെ മികച്ച അന്താരാഷ്ട്ര ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഓൾ വി ഇമേജിൻ ആസ് ലൈറ്റ്. പായൽ കബാഡിയയാണ് ചിത്രത്തിന്റെ സംവിധാനം. 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് മിഷേൽ ബഷലൈറ്റിനാണ്. 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് മിഷേൽ ബഷലൈറ്റ്. 2024 34ാമത് വ്യാസ് സമ്മാൻ പുരസ്കാരം ലഭിച്ച പ്രശസ്ത ഹിന്ദി എഴുത്തുകാരി സൂര്യബാല. കൃതി കൗണ്ടേസ് കോ വസി വേണു കി ഡയറി. 2024 34ാമത് വ്യാസ് സമ്മാൻ പുരസ്കാരം ലഭിച്ച പ്രശസ്ത ഹിന്ദി എഴുത്തുകാരി സൂര്യബാല. കൃതി കൗണ്ടേസ് കോ വസി വേണു കി ഡയറി. 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയ ജർമ്മൻ എഴുത്തുകാരി ജെനി എർപ്പൻബെക്ക്. 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയ ജർമ്മൻ എഴുത്തുകാരി ജെനി എർപ്പൻബെക്ക്. അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ജർമ്മൻ സാഹിത്യകാരിയാണ് ജെനി എർപ്പൻബെക്ക്. ജെനി എർപ്പൻബെക്കിന് അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിക്കൊടുത്ത നോവലാണ് കെയ്റോസ്. ജെനി എർപ്പൻബെക്കിന് അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിക്കൊടുത്ത നോവലാണ് കെയ്റോസ്. കുവൈത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് മുബാറക് അൽ ഖബീർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുവൈത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് മുബാറക് അൽ ഖബീർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. കാൻ ചലച്ചിത്രമേളയിൽ പിയർ ആന്റണോ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ ഛായാഗ്രാഹകൻ സന്തോഷ് ശിവൻ. കാൻ ചലച്ചിത്രമേളയിൽ പിയർ ആന്റണോ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ ഛായാഗ്രാഹകനാണ് സന്തോഷ് ശിവൻ. ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞൻ മൈക്കൽ തലാഗ്രാൻഡ്. ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞൻ മൈക്കൽ തലാഗ്രാൻഡ്. 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ആൽബമായി തെരഞ്ഞെടുക്കപ്പെട്ടത് മിഡ് നൈറ്റ്സ്. 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ആൽബമായി തെരഞ്ഞെടുക്കപ്പെട്ടത് മിഡ് നൈറ്റ്സ്. 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം ദിസ് മൊമെന്റ്. 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം ദിസ് മൊമെന്റ്.
അടുത്തത് 55ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ്ണ മയൂരം ലഭിച്ച സിനിമ ടോക്സിക്. സംവിധാനം സൗലെ ബ്ലിയു വൈറ്റേക്ക്. 55ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്ലെമന്റ് ഫാവോ. 55ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടവർ ബെസ്റ്റ മറ്റുലായിറ്റയും ലവ റൂപകായിറ്റയും. 55ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബോഗ്ദൻ മുറാസിനു. ദ ന്യൂ ഇയർ ദാറ്റ് നെവർ കെയിം എന്ന ചിത്രത്തിനാണ് പുരസ്കാരം. 55ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ചലച്ചിത്ര മേഖലയിലെ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള സത്യജിത് റായ് പുരസ്കാരം ലഭിച്ചത് ഫിലിപ്പ് നോയ്സിനാണ്. 55ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ച ബോളിവുഡ് താരം വിക്രാന്ത് മാസി. അടുത്തത് അന്താരാഷ്ട്ര റിപ്പോർട്ടിംഗ് വിഭാഗത്തിൽ പുലിസ്റ്റർ പുരസ്കാരം നേടിയ സാമൂഹ്യ മാധ്യമം ന്യൂയോർക്ക് ടൈംസ് ആണ്. അന്താരാഷ്ട്ര റിപ്പോർട്ടിംഗ് വിഭാഗത്തിൽ പുലിസ്റ്റർ പുരസ്കാരം നേടിയ സാമൂഹ്യ മാധ്യമം ന്യൂയോർക്ക് ടൈംസ്. ഇന്റർനാഷണൽ ന്യൂസ് മീഡിയ അസോസിയേഷന്റെ ഗ്ലോബൽ മീഡിയ അവാർഡ് നേടിയ AI അവതാരിക സന. ഇന്റർനാഷണൽ ന്യൂസ് മീഡിയ അസോസിയേഷന്റെ ഗ്ലോബൽ മീഡിയ അവാർഡ് നേടിയ AI അവതാരിക സന. 2024 യുനെസ്കോയുടെ മാധ്യമ സ്വാതന്ത്ര്യ പുരസ്കാരം ലഭിച്ചത് ഗാസയിലെ വംശഹത്യ റിപ്പോർട്ട് ചെയ്ത പലസ്തീൻ മാധ്യമപ്രവർത്തകർക്ക്. 2024 യുനെസ്കോയുടെ മാധ്യമ സ്വാതന്ത്ര്യ പുരസ്കാരം ലഭിച്ചത് ഗാസയിലെ വംശഹത്യ റിപ്പോർട്ട് ചെയ്ത പലസ്തീൻ മാധ്യമപ്രവർത്തകർക്ക്. അറബ് സാഹിത്യത്തിനുള്ള 2024 അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ച 2 പതിറ്റാണ്ടായി ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന പലസ്തീൻ സാഹിത്യകാരൻ ബാസിം ഗഡാഗ്ചി. നോവൽ എ മാസ്ക് ദ കളർ ഓഫ് ദ സ്കൈ. അറബ് സാഹിത്യത്തിനുള്ള 2024 അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ച 2 പതിറ്റാണ്ടായി ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന പലസ്തീൻ സാഹിത്യകാരൻ ബാസിം ഗഡാഗ്ചി. നോവൽ എ മാസ്ക് ദ കളർ ഓഫ് ദ സ്കൈ. 2024 നവംബറിൽ വിടവാങ്ങിയ ലോക പ്രശസ്ത സംഗീത സംവിധായകനും ഗാനരചയിതാവുമായ വ്യക്തി ക്വിൻസി ജോൺസ്. ആത്മകഥ ക്യൂ. 2024 നവംബറിൽ വിടവാങ്ങിയ ലോക പ്രശസ്ത സംഗീത സംവിധായകനും ഗാനരചയിതാവുമായ വ്യക്തി ക്വിൻസി ജോൺസ് ആണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ക്യൂ. 2024 സമാധാനത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച ജാപ്പനീസ് സംഘടനയാണ് നിഹോൻ ഹിഡാൻക്യോ. ജപ്പാൻ കോൺഫെഡറേഷൻ ഓഫ് എച്ച് ബോംബ് സഫറേഴ്സ് ഓർഗനൈസേഷൻ. ജപ്പാൻ കോൺഫെഡറേഷൻ ഓഫ് എച്ച് ബോംബ് സഫറേഴ്സ് ഓർഗനൈസേഷൻ. ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് സ്ഫോടനം അതിജീവിച്ചവർക്കായി ഹിബാകുഷ. 1986 രൂപീകൃതമായ സംഘടനയാണ് നിഹോൻ ഹിഡാൻക്യോ. 2024 ബുക്കർ പുരസ്കാരം ലഭിച്ച ഓർബിറ്റൽ എന്ന സയൻസ് ഫിക്ഷൻ നോവൽ എഴുതിയത് ആരാണ്? സാമന്ത ഹാർവി. 2024 ബുക്കർ പുരസ്കാരം ലഭിച്ച ഓർബിറ്റൽ എന്ന സയൻസ് ഫിക്ഷൻ നോവൽ എഴുതിയത് സാമന്ത ഹാർവി. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത് ആരാണ്? ഹാൻകാങ്. ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയ ഹാൻകാങ് ആണ് 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ വ്യക്തി. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ ഏഷ്യൻ വനിതയാണ് ഹാൻകാങ്. ഹാൻകാങ്ങിനെ 2016 മാൻ ബുക്കർ പുരസ്കാരത്തിന് അർഹമാക്കിയ പ്രശസ്ത നോവലാണ് ദ വെജിറ്റേറിയൻ. ഹാൻകാങ്ങിനെ 2016 മാൻ ബുക്കർ പുരസ്കാരത്തിന് അർഹമാക്കിയ പ്രശസ്ത നോവലാണ് ദ വെജിറ്റേറിയൻ. മൈക്രോ RNAയുടെ കണ്ടുപിടുത്തം, പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ജീനുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചുള്ള ഗവേഷണം എന്നിവയ്ക്ക് 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയവർ ആയിരിക്കും? വിക്ടർ അംബ്രോസ്, ഗാരി റോക്കിൻ. മൈക്രോ RNAയുടെ കണ്ടുപിടുത്തം, പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ജീനുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചുള്ള ഗവേഷണം എന്നിവയ്ക്ക് 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയവരാണ് വിക്ടർ അംബ്രോസ്, ഗാരി റോക്കിൻ എന്നിവർ. കമ്പ്യൂട്ടിങ്ങിൻ്റെയും നിർമ്മിത ബുദ്ധിയുടെയും സഹായത്തോടെ പ്രോട്ടീൻ ഘടകങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയവർ ആരൊക്കെ? ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ ജമ്പർ. കമ്പ്യൂട്ടിങ്ങിൻ്റെയും നിർമ്മിത ബുദ്ധിയുടെയും സഹായത്തോടെ പ്രോട്ടീൻ ഘടകങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയവരാണ് ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ ജമ്പർ എന്നിവർ. മനുഷ്യ മസ്തിഷ്കത്തിലെ നാഡീകോശങ്ങളുടെ ശൃംഖലയ്ക്ക് സമാനമായി നിർമ്മിത ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് സാധ്യമാക്കിയതിന് 2024 ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയവർ ആരൊക്കെ? ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻഡൻ എന്നിവരാണ്. മനുഷ്യ മസ്തിഷ്കത്തിലെ നാഡീകോശങ്ങളുടെ ശൃംഖലയ്ക്ക് സമാനമായി നിർമ്മിത ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് സാധ്യമാക്കിയതിന് 2024 നൊബേൽ സമ്മാനം നേടിയവർ ആരൊക്കെ? ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻഡൻ എന്നിവർ. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അഭിവൃദ്ധിയിലെ വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള ഗവേഷണത്തിന് 2024 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചവർ ഡാരൻ അസൈമഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള പുരസ്കാരം. 2024 71ാമത് ലോകസുന്ദരി മത്സരത്തിന് വേദിയായത് മുംബൈ. 2024 71ാമത് ലോകസുന്ദരി മത്സരത്തിന് വേദിയായത് മുംബൈ.
2024 71ാമത് ലോകസുന്ദരിയെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ക്രിസ്റ്റ്യാന പിസ്കോവ. ചെക്ക് റിപ്പബ്ലിക്കൻ സുന്ദരിയായ ക്രിസ്റ്റ്യാന പിസ്കോവയാണ് 2024 ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. AI പ്ലാറ്റ്ഫോമായ ഹാൻവു AI സൃഷ്ടികൾക്കായി നടത്തിയ ആദ്യ സൗന്ദര്യ മത്സരത്തിൽ കിരീടം നേടിയത് കെൻസ ലൈലി, മൊറോക്കോ. AI പ്ലാറ്റ്ഫോമായ ഹാൻവു AI സൃഷ്ടികൾക്കായി നടത്തിയ ആദ്യ സൗന്ദര്യ മത്സരത്തിൽ കിരീടം നേടിയത് കെൻസ ലൈലി, മൊറോക്കോ. 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൻഹൈമർ. 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൻഹൈമർ. മികച്ച നടനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് കിലിയൻ മർഫിക്ക്. മികച്ച നടിക്കുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് ലില്ലി ഗ്ലാഡ്സ്റ്റോൺ. മികച്ച നടിക്കുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് ലില്ലി ഗ്ലാഡ്സ്റ്റോൺ. മികച്ച സംവിധായകനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് ക്രിസ്റ്റഫർ നോളൻ. മികച്ച സംവിധായകനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് ക്രിസ്റ്റഫർ നോളൻ. അപ്പോൾ ഇത്രയും പുരസ്കാരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവരൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഓക്കെ, താങ്ക് യു.